ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ടീമായ ബ്രസീൽ തങ്ങളുടെ 6ാമത്തെ കിരീടം ലക്ഷ്യമിട്ട് വീണ്ടും അണിനിരക്കുകയാണ്. 1958, 62, 70, 94, 2002 വർഷങ്ങളിൽ ലോകകപ്പ് ഉയർത്തിയ കാനറി പടക്ക് കഴിഞ്ഞ 24 വർഷമായിട്ട് ലോക കിരീടം നേടാനായിട്ടില്ല. ആ കാത്തിരിപ്പിന് വിരാമമിടാനാണ് ഇത്തവണ കാർലോ അഞ്ചലോട്ടിയുടെ നേതൃത്വത്തിൽ ബ്രസീൽ അമേരിക്കൻ മണ്ണിലേക്ക് പണ്ടി കയറുന്നത്. വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ, കസമീറോ, മാർക്കിനോസ്, നെയ്മർ തുടങ്ങിയ ലോകോത്തര താരങ്ങൾ ടീമിലുണ്ടെങ്കിലും ഈ ലോകകപ്പിൽ ആരാധകരുടെ കണ്ണുകൾ കൂടുതൽ പായുന്നത് 19 അതെ, എൻട്രിക്കും റയാനും. ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഭാവി മാത്രമല്ല, ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ എക്സ്പെർട്ടറായി മാറാൻ ശേഷിയുള്ള 2 യുവതാരങ്ങളാണ് ഇരുവരും. നെയ്മറിന്റെ പരിക്ക് ബ്രസീൽ ക്യാമ്പിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും യുവതാരങ്ങളുടെ സാന്നിധ്യം ടീമിന് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ലോകകപ്പിന് തൊട്ടു മുമ്പ് സൗഹൃദ മത്സരങ്ങളിൽ ഇരുവരും മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ ആരാധകരുടെ പ്രതീക്ഷകളും ഉയർന്നിരിക്കുകയാണ്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള എൻട്രിക് ഇതിനോടകം തന്നെ ലോക ഫുട്ബോളിലെ ഏറ്റവും ശ്രദ്ധേയനായ യുവതാരങ്ങളിൽ ഒരാളാണ്. 17ാം വയസ്സിൽ ബ്രസീലിന്റെ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ഇതിഹാസ താരം റൊണാൾഡോ നെസാരിയോക്ക് ശേഷം ദേശീയ ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളിൽ ഒരാളായി മാറി. പാൽമിറാസിന്റെ അക്കാദമിയിലൂടെ വളർന്ന എൻട്രിക് വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ ഗോൾ വേട്ടയിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റി. പിന്നീട് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ചേക്കേറിയ യുവതാരം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വേദികളിൽ തന്റെ കഴിവ് തെളിയിക്കുകയാണ്. ലോകകപ്പിന് മുമ്പോടിയായി ഈജിപ്തിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ വിജയ ഗോൾ നേടി എൻട്രിക് തന്റെ സാന്നിധ്യം വീണ്ടും ഉറപ്പിച്ചു. നിർണായക നിമിഷങ്ങളിൽ ഗോളടിക്കാനുള്ള കഴിവ്, മികച്ച പൊസിഷനിങ്, അതിവേഗ മുന്നേറ്റങ്ങൾ, ബോക്സിനുള്ളിലെ കൂൾ ഫിനിഷിംഗ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കരുത്തുകൾ. വിനീഷ്യസ് ജൂനിയറിനും റഫീഞ്ഞക്കും പിന്നിൽ നിന്ന് ലഭിക്കുന്ന അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള താരം എൻട്രിക്കാണെന്നാണ് വിലയിരുത്തൽ. ലോകകപ്പിൽ ബ്രസീലിന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായി അദ്ദേഹം മാറുമെന്ന് ഫുട്ബോൾ ലോകം പ്രതീക്ഷിക്കുകയാണ്. എൻട്രിക്കിനൊപ്പം ലോകകപ്പ് ടീമിൽ ഇടം നേടിയ മറ്റൊരു 19-കാരനാണ് റയാൻ. വാസ്കോഡ ഗാമയുടെ അക്കാദമിയിലൂടെ വളർന്ന ഈ വിങ്ങർ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ബ്രസീലിന്റെ ലോകകപ്പ് ടീമിലേക്ക് എത്തിയത്. അണ്ടർ 15, 17, 20 ടീമുകളിലുടനീളം നടത്തിയ തകർപ്പൻ പ്രകടനങ്ങളാണ് റയാനെ ദേശീയ ടീമിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. യുവ ടീമുകളിൽ നേടിയ വിജയങ്ങളും സ്ഥിരതയാർന്ന പ്രകടനവുമാണ് അദ്ദേഹത്തെ സീനിയർ ടീമിലേക്കും തുടർന്ന് ലോകകപ്പ് സ്ക്വാഡിലേക്കും എത്തിച്ചത്. നിലവിൽ AFC ബേൺമൗത്തിന്റെ താരമായ റയാൻ അതിവേഗ മുന്നേറ്റങ്ങൾക്കും ഡ്രിബ്ലിങ്ങിനും പേരുകേട്ട താരം തന്നെയാണ്. എതിരാളികളുടെ പ്രതിരോധ കോട്ട തകർക്കാനുള്ള കഴിവും 1-on-1 സിറ്റുവേഷനിൽ ആത്മവിശ്വാസവും അദ്ദേഹത്തെ പ്രത്യേകതയുള്ള ഒരു താരമാക്കുന്നു. ലോകകപ്പിന് മുമ്പോടിയായുള്ള പനാമക്കെതിരെയുള്ള മത്സരത്തിൽ തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഗോൾ നേടാൻ അയാൾക്ക് സാധിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ആരാധകരുടെ മനസ്സും കീഴടക്കി. ആ ഗോളിന് ശേഷം ബ്രസീലിയൻ മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തെ ഭാവിയുടെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി. ലോകകപ്പിലെ ഏറ്റവും കൗതുകകരമായ വസ്തുതകളിലൊന്ന് എൻട്രിക്കും റയാനും ഇരുവരും 19ാം വയസ്സിൽ ലോകകപ്പ് ടീമിൽ ഇടം നേടിയതാണ്. ബ്രസീലിനായി ഇത്രയും ചെറുപ്പത്തിൽ ലോകകപ്പ് സ്ക്വാഡിലെത്തുന്ന താരങ്ങളെ അവസാനമായി കണ്ടത് 1994 ഇതിഹാസ താരം റൊണാൾഡോ നെസാരിയോയായിരുന്നു. ഇപ്പോൾ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ നേട്ടം ആവർത്തിക്കുകയാണ് ഈ 2 യുവതാരങ്ങൾ. ബ്രസീലിന്റെ പുതിയ പരിശീലകനായ കാർലോ അഞ്ചലോട്ടി എക്സ്പീരിയൻസ് ആയ താരങ്ങൾക്കും യുവതാരങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നെയ്മർ, കസമീറോ, മാർക്കിനോസ് തുടങ്ങി പരിചയസമ്പന്നരായ താരങ്ങൾക്കൊപ്പം എൻട്രിക്കും റയാനും പോലുള്ള യുവതാരങ്ങൾക്ക് അവസരം നൽകിയത് ഭാവിയും വർത്തമാനവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ്. ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ മത്സരിക്കുന്നത്. മൊറോക്കോ, ഹെയ്റ്റി, സ്കോട്ട്ലാൻഡ് എന്നിവരാണ് ഗ്രൂപ്പിലെ പ്രധാന എതിരാളികൾ. ജൂൺ 13 മൊറോക്കോക്കെതിരെയാണ് ബ്രസീലിന്റെ ലോകകപ്പിലെ യാത്ര ആരംഭിക്കുന്നത്. ലോകം മുഴുവൻ വീണ്ടും ബ്രസീലിലേക്ക് ഉറ്റുനോക്കുകയാണ്. വിനീഷ്യസും നെയ്മറും റഫീഞ്ഞയും പോലുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം എൻട്രിക്കും റയാനുമെന്ന ഈ 2 യുവവിസ്മയങ്ങൾ കൂടി ചേരുമ്പോൾ കാനറിപ്പടയുടെ ആക്രമണ നിര കൂടുതൽ അപകടകാരികളാക്കി മാറ്റുമെന്നത് ഉറപ്പ് തന്നെയാണ്. 24 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 6ാം നക്ഷത്രം ജെയ്സിയിൽ തുന്നിച്ചേർക്കാനുള്ള സ്വപ്നവുമായാണ് ബ്രസീൽ ലോകകപ്പിലേക്ക് എത്തുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നത് വരും ദിവസങ്ങൾ പറയട്ടെ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്,
എൻട്രിക്കും റയാനും എന്ന ഈ രണ്ട് യുവപ്രതിഭകൾ ലോക ഫുട്ബോളിന്റെ ഭാവി തങ്ങളുടേതാണെന്ന് ലോകകപ്പ് വേദിയിൽ തെളിയിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു.